എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു ജീവിത സാഹചര്യത്തിലും ഈശോയെ തിരിച്ചറിയുക, അവൻ കൂടെയുള്ളത് തിരിച്ചറിയുക. അതെപ്പോഴാണ് മനസ്സിലാവുന്നതെന്നറിയോ? നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക, ഈശോയുടെ കുരിശിനെ കെട്ടിപ്പിടിക്കുക, അവിടുത്തെ വേദനകളോട് നമ്മുടെ വേദനകളൊക്കെ ചേർത്ത് പിടിച്ച് നീയും ഈശോയും ഒന്നാണെന്നും ആ സ്നേഹത്തെ വേർപെടുത്താൻ പറ്റില്ലെന്നും നമ്മളൊന്ന് തീരുമാനമെടുത്താൽ ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതം വേണം നമ്മുടെ മുമ്പിൽ. ഈ യോഹന്നാൻ ശ്ലീഹയുടെ എഴുത്തുകളൊക്കെ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും, ഈ സ്നേഹത്തെക്കുറിച്ചാണ് യോഹന്നാൻ മുഴുവൻ എടുത്ത് പറയുക. ഈശോയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സുവിശേഷകന്മാര് സാക്ഷ്യപ്പെടുത്തുമ്പോ, ശ്ലീഹന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോ യോഹന്നാൻ എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് നമുക്ക് വേണ്ടി അവൻ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇപ്പോഴും കൂടെ നിൽക്കുന്നതും ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 8-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കും. 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം